ഹലോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡേയിൽ നമ്മൾ പോയത് ഐലൻഡ് ടൂറിലായിരുന്നു. ഐലൻഡ് ടൂറിന് നമ്മൾ ഫിഫി ഐലൻഡിലേക്കാണ് പോയത്. ഫിഫി ഐലൻഡ് എന്ന് പറയുമ്പോൾ അവരൊരു ബോട്ടിൽ ഐലൻഡിലേക്ക് കൊണ്ടുപോകും. ഫിഫി ഐലൻഡിൽ നമുക്ക് അവിടെ ഒരു സ്നോർക്ലിംഗ് പോയിൻ്റ് ഉണ്ട്. മായാബേ എന്ന് പറയുന്ന ഒരു ബീച്ചുണ്ട്. പിന്നെ 2-3 സ്വിമ്മിങ് പോയിൻറ്റ്സ്, അതുപോലെ തന്നെ മങ്കീസിനൊക്കെ കാണുന്ന ഒരു പ്ലേസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവർ തന്നെ നമ്മളെ ഒരു 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരോ കളർ ബാൻഡ് തരും. ആ ബാൻഡ് അനുസരിച്ച് നമ്മളൊരു ഗൈഡിനെ ഫോളോ ചെയ്ത് ഒരു ബോട്ടിലിങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഓരോരോ പോയിൻ്റ് വരുമ്പോൾ നമ്മളവരെ ഡ്രോപ്പ് ചെയ്യും. ഇത് സ്വിമ്മിങ് പോയിൻ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് ഇറങ്ങി എത്ര നേരം വേണേലും സ്വിം ചെയ്യാം. അങ്ങനെ നമുക്കിറങ്ങി സ്വിം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഓരോരോ പോയിന്റിൽ നമ്മളെ കൊണ്ടുപോകും. പിന്നെ ലഞ്ച് ബ്രേക്ക് ഉണ്ട് ഇടയ്ക്ക്. ലഞ്ച് ബ്രേക്കിന് ഒരു ബീച്ച് സൈഡിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലായിരിക്കും അവർ നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്നോർക്ലിംഗ് ചെയ്ത പോയിൻ്റാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് സ്നോർക്ലിംഗ് ചെയ്ത് നല്ലതായിട്ട് ഫിഷിനെയും കോറൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റായ മായാബേ ആയിരുന്നു. മായാബേ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടുന്ന ഒരു ബീച്ച് സൈഡായിരുന്നു. അതിൽ നമ്മൾ ഈ ഒരു കുറച്ച് ഇങ്ങനെ നടന്നു പോകണം. അങ്ങനെ ലാസ്റ്റിൽ നമ്മൾ ചെല്ലുന്നതാണ് ആ ഒരു ബീച്ച് പോയിൻ്റ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മായാബേയിൽ നിന്ന് നമ്മൾ തിരിച്ച് അവരെന്നെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അത് അമൃത്സ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. വൺ ഓഫ് ദി ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ അതിന് ശേഷം ഒരു നൈറ്റ് റൈഡ് പോയി. ഫുക്കറ്റിൽ കൂടെ ജസ്റ്റ് ഒന്നൊരു നൈറ്റ് റൈഡിനായിട്ട് ഇങ്ങനെ പോയി. പിന്നെ തിരിച്ച് ഹോട്ടലിൽ പോയി. എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പോയത് എലിഫൻറ്റ് സാങ്ച്വറിയിലേക്കാണ്. അപ്പോൾ എലിഫൻറ്റ് സാങ്ച്വറിയിൽ നമുക്ക് എലിഫൻസുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട്. വലിയ എലിഫൻസ് തൊട്ട് കുട്ടി എലിഫൻസ് വരെ ഉണ്ട്. വളരെ ഫ്രണ്ട്ലിയാണ്. അങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല. നമുക്കതിനെ ഫീഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. അതിനെ ടച്ച് ചെയ്ത് അതിൻ്റെ കൂടെ കുറേ സമയം നമുക്ക് ആ എലിഫൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവർ മഡ് ബാത്ത് അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ കുട്ടി എലിഫൻസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു എലിഫൻസ്. അങ്ങനെ നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഒത്തിരി എന്താ പറയുക നല്ല നല്ല ഇതുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഇഷ്ടമുള്ള പോസിലൊക്കെ നന്നായിട്ട് അത് പോസ് ചെയ്തും തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എലിഫൻറ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിലായിട്ട് എലിഫൻറ്റ് ബാത്ത് ഉണ്ട്. എലിഫൻറ്റിൻ്റെ കൂടെ നമുക്ക് ഒരു എന്താ പറയുക ഒരു സ്വിമ്മിങ് പൂൾ പോലത്തെ ഒരു സെറ്റപ്പിൽ എലിഫൻറ്റും ഇറങ്ങിയിട്ട് നമുക്ക് അവരുടെ കൂടെ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ ബാത്ത് ചെയ്യാൻ പറ്റും. അത് നല്ല രസമാണ്. എലിഫൻസ് വെള്ളമൊക്കെ ഒഴിച്ചും നമ്മളെ അത് കുളിപ്പിച്ചും നമുക്കും അതിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചും നല്ല രസമാണ്. കുറേ നേരം അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യുമ്പോൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇവിടെ തന്നെ നമുക്ക് അവർ ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് നേരിട്ട് വന്ന് അവിടെ കുറേ ടൂർ ഏജൻസീസ് ഉണ്ട്. ആ ടൂർ ഏജൻസീസിനെയൊക്കെ തിരക്കിയിട്ട് ബെസ്റ്റ് പ്രൈസ് നമുക്ക് എവിടെയാണോ കിട്ടുന്നത് നേരിട്ട് അവരോട് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അവർ തന്നെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഓരോരോ സ്പോട്ടിൽ ഡ്രോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് അവർ നമ്മുടെ ഹോട്ടലിലേക്ക് തന്നെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് നേരം പൂൾ സൈഡിൽ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ലൊരു വ്യൂ ആയിരുന്നു. അവിടുന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ച് നമ്മൾ നിന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മുടെ ചെക്കൗട്ട് ഡേ ആയിരുന്നു. ചെക്കൗട്ട് ഡേ ആയതുകൊണ്ട് നമുക്ക് നാളെ എങ്ങും അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ടും ഇന്ന് മാക്സിമം നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും പത്തോങ് ബീച്ചിലേക്ക് പോയി. പത്തോങ് ബീച്ചിൽ നമ്മൾ ഇന്ന് പോയത് ഒരു
പബ്ബിലേക്കാണ് പോയത്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പബ്ബിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമ്മളൊരു പബ്ബിൽ പോയി. നല്ല രസമാണ്. ഫുൾ DJയും പാർട്ടിയും വൈബോട് വൈബായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡ്രിങ്ക്സൊക്കെ കിട്ടും. ഫ്രൂട്ട്സ് മീൻസ് ജ്യൂസസും അല്ലാത്ത ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സും എല്ലാം തന്നെ അവൈലബിൾ ആയിരുന്നു. പിന്നെ നല്ലൊരു വൈബായിട്ടുള്ളൊരു പബ്ബായിരുന്നു. നല്ല DJ ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ DJs ആയിരുന്നു. നമ്മൾ നന്നായിട്ട് തന്നെ അത് എൻജോയ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഫുക്കറ്റിലെ ലാസ്റ്റ് ഡേയിൽ ഒരു പബ്ബിലേക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ പോയത്. നമ്മൾ പോയ പബ്ബിൻ്റെ പേര് അർമാനിയ എന്ന് പറഞ്ഞ പബ്ബായിരുന്നു. പത്തോങ് ബീച്ചിൻ്റെ ആ സ്ട്രീറ്റിൽ പോകുമ്പോഴത്തേക്ക് നമുക്കവിടെ കാണാൻ പറ്റും. വളരെ നല്ല രസമായിരുന്നു. നല്ല വൈബിങ് ആൾക്കാരായിരുന്നു. ഫുൾ നല്ല എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ ഫുക്കറ്റ് എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മുടെ തായ്ലൻഡ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഫുക്കറ്റിൽ നിന്ന് നേരെ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുമായിരുന്നു. അങ്ങനെ തായ്ലൻഡിലെ വളരെ മനോഹരമായ കുറേ ദിവസങ്ങൾ ഇവിടെ അവസാനിച്ചു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റായിട്ട് പോകേണ്ട ഒരു പ്ലേസ് തന്നെയാണ് തായ്ലൻഡ്.